മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പന്തല്ലൂർ ടൗണിലാണ് മുബാറക് ഹോട്ടൽ. പന്തല്ലൂർ ടൗണാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ച LP സ്കൂള്. യൂസഫ് കാക്ക, ഈ യൂസഫ് കാക്കയാണ് ഹോട്ടൽ 1969 തുടങ്ങിയത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഹോട്ടലിൻ്റെ ഉൾഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളൊരു 10 മണിയോട് കൂടിയാണ് ഇവിടെ വന്നത്. ഇതാ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് ജ്യൂസൊക്കെ, എല്ലാ വിധത്തിലുള്ള ജ്യൂസും ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുള്ള ഏരിയയാണിത്. ഇപ്പോൾ ഇതാ മുൻവശത്ത് ഒരു സൈഡിലായിട്ട് പൊറോട്ട ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്, പൊറോട്ട ഉണ്ടാക്കുന്നത്. ദോശ, ഇവിടെ ചൂട് ദോശ ഉണ്ടാക്കി അത് കൊടുക്കുന്നുണ്ട് ഓർഡറിനനുസരിച്ച്. ഇത് പ്ലെയിൻ ദോശ അല്ലേ. പിന്നെ നമ്മൾ കിച്ചണിലെത്തി. അപ്പോൾ കിച്ചണിൽ ഇവിടെ എല്ലാ കറികളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പാചക വിദഗ്ധൻ കൂടിയാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ബിരിയാണിക്കുള്ളതും അതുപോലെ കടായി ചിക്കൻ ഉണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ കൊടുക്കുന്ന ബീഫ് കറി അതാണ്. നമ്മൾ ഹോട്ടലിൻ്റെ കിച്ചണിലാണ്. ഓരോ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കുള്ള ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പുകളാണ്. ബിരിയാണീൻ്റെ മസാല, ചിക്കൻ അതിലേക്കുള്ളതൊക്കെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ബിരിയാണി എന്ന് പറയുമ്പോൾ ദം ബിരിയാണിയാണ്. അതാണ് ഇവിടുത്തെ, അതാണ് ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. അപ്പോൾ അതിലേക്കുള്ള ചേരുവകളും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ചെമ്പിൽ ചിക്കൻ ബിരിയാണി, ഇവിടെ താഴെ ബീഫ് ബിരിയാണി. പിന്നെ കണ്ടോ കണലൊക്കെ ഇടുന്നത്. ഇത് ഉച്ചയ്ക്കുള്ള സാമ്പാറാണ്, ഊണിനുള്ള. പിന്നെ ഇതാ ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ ഇതാ ബിരിയാണി കണ്ടോ, ഇവിടെ ചോറൊക്കെ മാറ്റി വേറെ ഇടുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഇറച്ചിയും ചോറും ചേർന്നിട്ടില്ല, അതാണ് ഈ ദം ബിരിയാണീൻ്റെ ഒരു രുചി തന്നെ. ആ ചോറിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് ബിരിയാണി ചോറ്.
ഇപ്പം നമ്മൾ അമ്മ പൊറോട്ടയും അയില മുളകിട്ട കറിയൊക്കെ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ടേസ്റ്റ് ആവും എന്നുള്ളത്. അമ്മയ്ക്ക് പിന്നെ പൊറോട്ട മതി എന്ന് പറഞ്ഞു. മാത്രമല്ല നല്ല ഇവിടുത്തെ പൊറോട്ട നല്ല പൊറോട്ടയാണ്, അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് എനിക്കുള്ള ബിരിയാണിയാണ് എടുക്കുന്നത്, ചിക്കൻ ബിരിയാണി. ഹോട്ടലിൽ നടത്തിയിരുന്ന യൂസഫ് കാക്ക ഇപ്പോൾ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്. അവരൊക്കെ നമ്മളൊരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല, നമുക്കൊരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൂടിയാണ് അവരത്. അപ്പോൾ നമുക്കൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാനും തോന്നില്ല, ആ ഒരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ എല്ലാവരോടും കുശലം അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കഴിക്കാൻ വരുമ്പോൾ. അപ്പോൾ എനിക്കുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ വരുന്നുണ്ട്, സലാഡും അച്ചാറും അതാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഹോട്ടൽ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ഹോട്ടലാണ്. അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്താണ് ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ചൂട് ബിരിയാണി അടിപൊളി ബിരിയാണി. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ഓണർ സമീർ അലി കാലയത്ത് എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഹോട്ടലിൻ്റെ ആ ഒരു തുടങ്ങിയ കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു തുടക്കകാലം, ഏത് വർഷത്തിലാവും തുടങ്ങിയത്? തുടക്കം എന്ന് പറഞ്ഞത് 1969 പിന്നെ ഇവിടെ കാരണവന്മാരൊക്കെ പറഞ്ഞറിയുള്ളത്. പിന്നെ അതിനുശേഷം വാപ്പ കൊണ്ടുവരുന്നു. ഞങ്ങളൊക്കെ ഞാൻ 78 എൻ്റെ ഇടയിട്ടുള്ളത്. നമ്മളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാപ്പാൻ്റെ ഒപ്പം നിൽക്കും. പിന്നെ വന്ന് ജ്യേഷ്ഠം പിന്നെ ജ്യേഷ്ഠനുണ്ടായിരുന്നു വാപ്പാൻ്റെ കൂടെ, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുപോയി, ജ്യേഷ്ഠൻ പുറത്തുപോയി. പിന്നെ ശേഷം വാപ്പാക്ക് അസുഖം വന്ന് വാപ്പ മരണപ്പെട്ട് പിന്നെ ജ്യേഷ്ഠൻ ഏറ്റെടുത്ത് കട. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാറ്ററിംഗ് ആയിരുന്നു. വീണ്ടും പിന്നെ ഹോട്ടലും കാറ്ററിംഗ് ആയിട്ട് നടന്നു. പിന്നെ കാറ്ററിംഗ് മാത്രമായി. പിന്നെ 5 വർഷം കാറ്ററിംഗ് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം പിന്നെ ഞാൻ പുറത്തുനിന്ന് നിർത്തി വന്ന് പിന്നെ വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലത്തെ എങ്ങനെ സമയക്രമം? രാവിലെ 5:30 ആകുമ്പോൾ കട ഓപ്പൺ ആവും. 5:30, 5:15. കാരണം വെച്ചാൽ ഇവിടെ കൊറിയിലൊക്കെ പണിക്കാരൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ഓപ്പൺ ആയാൽ രാത്രി ഒരു 11 മണി വരെ തുറന്നു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ നാസ്ത ചെറുകടിയും കാര്യങ്ങളായിട്ട് തുടങ്ങുക. പിന്നെ ദോശ ഉണ്ടാവും, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, ബീഫ് ഫ്രൈ, ചിക്കൻ, മീൻകറി, എല്ലാ കറികളെല്ലാം ഐറ്റംസ് ഉണ്ടാവും. ഉച്ചയായി കഴിഞ്ഞാൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മന്തി, കുഴിമന്തി ഉണ്ട്, അൽഫാം ഉണ്ട്. 4 മണിയാകുമ്പോൾ ഷവർ. ഉച്ചയ്ക്ക് ഊണില്ല? ഊണുണ്ട്, എല്ലാ ഐറ്റംസും ഊണുണ്ട്. പിന്നെ മീൻ വറുത്തതുണ്ട്. പിന്നെ വൈകുന്നേരം ഷവർമ ഉണ്ടാവും. പിന്നെ സാധാരണ പോലെ തന്നെ പിന്നെ മന്തി, പൊറോട്ട, മസാല ദോശ, നെയ് റോസ്റ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ട്. പിന്നെ രാത്രി 11 മണി വരെ പിന്നെ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ, ചില്ലികൾ, കടായി, ബട്ടർ ചിക്കൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓർഡറിനനുസരിച്ച് എല്ലാ സാധനം. പിന്നെ കാറ്ററിംഗ് സെക്ഷൻ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. അവിടെ ജ്യേഷ്ഠനാണുള്ളത് കാറ്ററിംഗ് കൈകാര്യം ചെയ്യുന്നത്. ജ്യേഷ്ഠനാണ് മുബാറക് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കിച്ചണായിട്ട് അതുണ്ട്. അവിടെ കാറ്ററിംഗ് ഓർഡർ, നമ്മൾ കല്യാണം, പിന്നെ സൽക്കാരം കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ജ്യേഷ്ഠനാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഞാനായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പോകണം നാട്ടിൽ. പിന്നെ എത്ര വർഷത്തെ പരിചയമുള്ള, ഒരുപാട് വർഷത്തെ പരിചയമാണ്.